ഈ ഡാൻസ് പരിശോധനയുടെ പശ്ചാത്തലം എന്തായിരുന്നു? ഒരു നടൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കണ്ടന്റുള്ള, അത്യാവശ്യം നല്ല സിനിമകൾ, ഹിറ്റ് സിനിമകളൊക്കെ ഉള്ള മിടുക്കനായ നടനാണ് ഷൈൻ ടോം ചാക്കോ. അദ്ദേഹം ഒരു ഹോട്ടലിൽ നിന്നൊക്കെ രാത്രി ഇറങ്ങി ഓടുക എന്നൊക്കെ പറയുന്നത് കഷ്ടമാണ്. എന്താണ് സംഭവം ഉണ്ടായത് വിഷ്ണു? ഹാഷ്മി, ഇന്നലെ വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത പുറത്തായിരുന്നു. ഇന്നലെ സംഭവിച്ചതാണ്. ഇന്നലെ രാത്രി 10:45 എറണാകുളത്തെ ഒരു സ്വകാര്യ ഹോട്ടലിൽ ഇത്തരത്തിൽ ലഹരി ഉപയോഗമുണ്ട്, ഒരു റൂമിനകത്ത് ലഹരി ഉപയോഗമുണ്ട് എന്ന് കണ്ടെത്തിയാണ് ഡാൻസ് ഓഫ് സംഘം, അതായത് കൊച്ചിയിലെ ഡാൻസ് ഓഫ് സംഘത്തിന്റെ 4ാമത്തെ യൂണിറ്റ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോ ഒരു ട്രബിൾ സ്പോട്ടിലായിപ്പോ, അതായത് തലശ്ശേരി മാർക്കറ്റിന് സമീപമുള്ള ഒരു പ്രദേശം. അപ്പൊ ഈ സ്ഥലത്തെ കുറിച്ച് പറയാൻ നമ്മളോട് ആരും ഉണ്ടായിരുന്നല്ലോ. വ്യാപാരി വ്യവസായിയുടെ വരൂർ ഈ പ്രദേശത്ത് പോലീസും നമുക്ക് ഈ വാർത്ത നോക്കിട്ട് വരാം. വിഷ്ണു സുരേഷ് തുടരുന്നുണ്ട്. എറണാകുളത്തെ PGS വേദാന്ത ഹോട്ടലിൽ നിന്നും നടൻ ഷൈൻ ടോം ചാക്കോ ഇറങ്ങിയോടി ഇന്നലെ രാത്രി 10:45 ഒരു റൂമിൽ ലഹരി ഉപയോഗവും ബന്ധപ്പെട്ട വിവരങ്ങൾ കിട്ടിയതിനെ തുടർന്നാണ് ഇറങ്ങി ഓടുന്ന ദൃശ്യങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്ന CCTV ദൃശ്യങ്ങളാണ്. നടൻ ഈ ഡാൻസ് ഓഫിനെ കണ്ടിട്ട് ഇറങ്ങി ഓടുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. 24 എക്സ്ക്ലൂസീവ് വിഷ്വൽസ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു നടനാണ്, അത്യാവശ്യം കണ്ടന്റൊക്കെ ഉള്ള നടനാണ് സ്കാൻ. അപ്പോൾ രാത്രി ലഹരി പരിശോധനയ്ക്കിടയിൽ ഇറങ്ങി ഓടുന്നത് CCTV ദൃശ്യങ്ങൾ കാണാം. ഇറങ്ങി ഓടുകയാണ് എന്ന് പറഞ്ഞാൽ പടികൾ ഇറങ്ങി ഷൈൻ ടോം ചാക്കോ ഇറങ്ങി ഓടുകയാണ്. ദൃശ്യങ്ങൾ സഹിതമാണ് പ്രേക്ഷകർ കണ്ടു. അതെ, ആ CCTV വിഷ്വൽസ് ഇപ്പോൾ നമ്മൾ പുറത്തേക്ക് വിടുകയാണ്. അപ്പോൾ അതിനകത്ത് കൃത്യമായി കാണാം നടൻ സ്റ്റെപ്പ് ഇറങ്ങി ഓടുന്നുണ്ട്. അപ്പോൾ കാര്യം ഗൗരവത്തിൽ തന്നെയാണ്. ഇത് എന്തെങ്കിലും നേരത്തെ വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണോ ഇങ്ങനെ ഒരു പരിശോധന നടന്നത്? കാരണം ഈ നടനെ ചുറ്റിപ്പറ്റി നേരത്തെയും ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. പലപ്പോഴും അത് നിഷേധിക്കുന്ന നടനെ നമ്മൾ കണ്ടതാണ്. പക്ഷെ ഇതിപ്പോ കൈയോടെ പിടികൂടി എന്ന് പറയേണ്ടി വരുമോ? അപ്രജിൻ കൈയോടെ പിടികൂടി എന്ന നിലപാട് തന്നെയാണ് ഡാൻസ് ഓഫ് സ്വീകരിക്കുന്നത്. ഇന്നലെ രാത്രി 10:58 എറണാകുളത്തെ സ്വകാര്യ ഹോട്ടലിൽ ഡാൻസ് ഓഫിന്റെ കൊച്ചി യൂണിറ്റ് 4 പരിശോധനയ്ക്ക് എത്തിയത്. 5ലധികം പോലീസ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. ഇതിനിടയിൽ ഇവർ മുറിയിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ ഷൈൻ ടോം ചാക്കോ ജനല് വഴി ഊർന്ന് താഴേക്കിറങ്ങി റിസപ്ഷൻ വഴി ഓടിപ്പോകുന്നു. അതാണ് ആ ദൃശ്യങ്ങളിലുള്ളത്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടത്. ഇന്നലെ രാത്രി 10:58 ഈ സംഭവം. ഈ ഹോട്ടലിൽ ഈ മുറിയിൽ ലഹരി ഉപയോഗം ഉണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഡാൻസ് ഓഫ് പരിശോധന നടത്തിയതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കൊച്ചി നാർക്കോട്ടിക് ACPയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ഇത്തരത്തിൽ പരിശോധന നടത്തിയത്. പോലീസുകാരുമായി സംസാരിക്കുമ്പോൾ അവർ ഇക്കാര്യങ്ങൾ വളരെ വ്യക്തമായി പറയുകയും ചെയ്യുന്നുണ്ട്. ഇന്നലെ രാത്രിയോടുകൂടി ഇങ്ങോട്ടേക്ക് എത്തി മുറിക്കകത്തെ 304 മുറിയാണ് നമ്മൾ മനസ്സിലാക്കുന്നു. ആ മുറിക്കകത്തേക്ക് 314 നമ്പർ മുറിയാണ്. ആ മുറിക്കകത്തേക്ക് കയറുന്ന ഘട്ടത്തിലാണ് ഷൈൻ ടോം ചാക്കോ ഈ ഡോറ് വഴി, ജനൽ വഴി പുറത്തേക്ക് ഇറങ്ങി പോകുന്നത്. ആ ഘട്ടത്തിലാണ് പോലീസ് ഇയാളുടെ പുറകെ എത്തുമ്പോൾ ഇയാൾ ആ റിസപ്ഷൻ വഴി പുറത്തേക്ക് ഓടിപ്പോകുന്നത്. ഹോട്ടലിലടക്കം വിശദമായ പരിശോധന നടത്തിയിട്ടുണ്ട്. അവിടെ ലഹരി ഉപയോഗം നടന്നിട്ടുണ്ട് എന്ന് പോലീസ് സ്ഥിരീകരിക്കുകയാണ്. അതിലൊരു തർക്കവുമില്ല എന്ന് പോലീസ് പറയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ഇത്രയും വാർത്തകൾ വരുന്ന ദിവസങ്ങളാണ്. നമ്മളടക്കം ഈ ലഹരിക്കെതിരെ യാത്ര എന്നുള്ള യാത്രയിലാണ്. വലിയ രീതിയിൽ മുഖ്യമന്ത്രി അടക്കം നടപടികൾ പ്രഖ്യാപിക്കുന്ന ദിവസങ്ങൾ. ലഹരിക്കെതിരെ അതിന്റെ പൊതുജാഗ്രത പീക്കിൽ നിൽക്കുന്ന സമയത്ത് പോലും ഒരു ഹോട്ടൽ മുറിയിൽ ഈ പറയുന്ന ലഹരി ഉപയോഗം നിർബാധം നടക്കുന്നു എന്ന് പറഞ്ഞാൽ അതെന്തൊരു കഷ്ടമാണ് വിഷ്ണു. അപ്പോൾ അത് ആരെയും ഭയമില്ലാത്തിട്ടാണല്ലോ, അത് ഷൈൻ ടോം ചാക്കോ ആണെങ്കിലും ആരാണെങ്കിലും ആരെയും ഭയമില്ലാത്തതുകൊണ്ടാണല്ലോ അവിടെ നിന്ന് ഈ സമയത്തും ഈ മര്യാദകൾ കാണിക്കുന്നത്. ഹാഷ്മി, സംസ്ഥാനം വ്യാപകമായി മുഖ്യമന്ത്രി അടക്കം ഈ വിഷയത്തിൽ ഇടപെടുകയും ലഹരിക്കെതിരെ ഡീഹണ്ടും ക്ലീൻ സ്റ്റേറ്റും ഒക്കെ എക്സൈസും പോലീസും ഒക്കെ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് സിനിമാ മേഖലയിൽ നിന്ന് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ ഒരു നടിയുടെ ഭാഗത്തുണ്ടാകുന്നത്. തന്റെ ലൊക്കേഷനിൽ വെച്ച ഒരു സംവിധായകൻ ബി ഉണ്ണികൃഷ്ണൻ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ബി ഉണ്ണികൃഷ്ണൻ, ഇതാ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ ദൃശ്യങ്ങൾ സഹിതം പുറത്തുവിടുകയാണ്. കഴിഞ്ഞ ദിവസം നടന്ന ഒരു ഡാൻസ് ഓഫ് പരിശോധന, അതിനകത്ത് ഒരു ഹോട്ടലിൽ നിന്നും ഈ ലഹരി ഉപയോഗം നടന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയൊരു പരിശോധനയാണ്. അതിൽ ഷൈൻ ടോം ചാക്കോ
ഒരു സുപ്രധാന നടനാണ് മലയാളത്തിലെ. അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങി ഓടുന്ന ദൃശ്യങ്ങൾ സഹിതം ഇപ്പോൾ പുറത്തു വരികയാണ്. അപ്പോൾ അവിടെ ലഹരി ഉപയോഗം നടന്നു എന്ന് ഏറെക്കുറെ സ്ഥിരീകരിക്കുന്നുണ്ട്. ആ നടനെതിരെ ഒരു നടി പരാതി നൽകിയൊരു സാഹചര്യം കൂടിയുണ്ട്. ഇതേ ആരോപണമാണ്, ലഹരി ഉപയോഗിച്ച് സെറ്റിൽ വന്നു മോശമായി പെരുമാറിയ നടക്കമുള്ള ഗുരുതരമായ ആരോപണം. ആ സമയത്താണ് ഈ ഡാൻസ് സ്റ്റാഫിന്റെ പരിശോധനയിൽ നടനൊരു ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടുന്ന ദൃശ്യങ്ങൾ സഹിതം പുറത്തു വരുന്നതും വലിയ ഗൗരവത്തോടു കൂടി കാണേണ്ട വിഷയമാണ്. എങ്ങനെ പ്രതികരിക്കുന്നു താങ്കൾ? ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളുടെ ഒരു സഹപ്രവർത്തക നൽകിയ പരാതിയിൽ ആ സിനിമയുടെ IC കൂടി ഈ പരാതി ആർക്കെതിരെ ഉന്നയിക്കപ്പെട്ടോ ഷൈൻ ടോം ചാക്കോയെ കൂടി വിളിച്ചു വരുത്തിക്കൊണ്ട് ഒരു ഹിയറിംഗ് ഉണ്ട്. അത് കഴിഞ്ഞ് നിയമപരമായിട്ട് അവർ നമുക്കൊരു റെക്കമെൻഡേഷൻ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് കൊടുക്കും. അത് വളരെ ഗൗരവമായിട്ട് കാണും, നടപടി ഉണ്ടാവും. ഞാൻ ഇവിടെ ഒരു നടൻ, മലയാള സിനിമയിലെ പ്രധാനപ്പെട്ട ഒരു നടനാണ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഹിറ്റ് സിനിമകളുടെ ഭാഗമായിട്ടുള്ള നടനാണ്. ഇത്രത്തോളം ലഹരി വിരുദ്ധ ബോധവൽക്കരണം നടക്കുന്ന കാലത്ത് പരിശോധനയ്ക്കിടയിൽ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടുന്നു എന്നൊക്കെ പറയുന്നത് എന്തൊരു നാണക്കേടാണ് ശ്രീ വി ഉണ്ണികൃഷ്ണൻ. എനിക്ക് റേഞ്ച് കുറവുള്ള ഒരു സ്ഥലത്താണ് ഞാൻ. അല്ല, നമ്മൾ പറയുന്നത് ഇന്നലെ രാത്രി 10:30 ഷൈൻ ടോം ചാക്കോ താങ്ക് യു ഫോർ ജോയിനിങ് ഇൻ അവർ മോർണിംഗ് ഷോ. അപ്പോൾ വിഷ്ണു സുരേഷ് ഉണ്ടോ? വിഷ്ണു സുരേഷ് തുടരുകയാണ്. വിഷ്ണു പറയൂ. SKN വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു ദൃശ്യം. ഒരുപക്ഷെ സമീപകാലത്തൊന്നും ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പല വാർത്തകൾ കേട്ടിട്ടെങ്കിൽ പോലും ഒരു നടൻ, ഒരു പ്രമുഖ നടൻ, മലയാളത്തിൽ വളരെ ആക്റ്റീവായി സിനിമകൾ ചെയ്യുന്ന ഒരു നടൻ ഒരു ഹോട്ടൽ മുറിയിൽ നിന്ന് പോലീസ് പരിശോധന വരുന്ന ഘട്ടത്തിൽ ജനല് വഴി ഊർന്നിറങ്ങി ചാടിപ്പോകുന്ന ദൃശ്യങ്ങളാണ് ആ കാണുന്നത്. ഇന്നലെ രാത്രി 10:58 എറണാകുളത്തെ ഒരു പ്രധാനപ്പെട്ട ഹോട്ടലിൽ ഡാൻസ് സ്റ്റാഫ് പരിശോധനയ്ക്ക് എത്തിയപ്പോൾ ഉണ്ടായ കാഴ്ചയാണിത്. ഷൈൻ ടോം ചാക്കോ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയി എന്ന് ഇതിനോടകം തന്നെ നാർക്കോട്ടിക്സ് സ്ഥിരീകരിക്കുന്നുണ്ട്, പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. അവിടെ ലഹരി ഉപയോഗം നടന്നിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കുന്നുണ്ട്. അവിടെ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ലഹരി വസ്തുക്കൾ കണ്ടെടുത്തിട്ടുണ്ടോ എന്ന കാര്യത്തിൽ കൂടി മാത്രമാണ് ഈ ഒരു വ്യക്തത വരാനുള്ളത്. ഷൈൻ ടോം ചാക്കോയെ തേടി അന്വേഷണ സംഘം ഇറങ്ങിയിട്ടുണ്ട്. ഇയാൾ എവിടെയെന്നുള്ള കാര്യത്തിൽ വ്യക്തത ഇനി വന്നിട്ടില്ല. ഇയാളെ കണ്ടെത്താനുള്ള ശ്രമം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഈ നടിയുടെ വെളിപ്പെടുത്തൽ വരുന്നു. അതോടൊപ്പം തന്നെ ഡാൻസ് സ്റ്റാഫിന്റെ പരിശോധനയിൽ ഷൈന് വളരെ വ്യക്തമായി ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് കാണുന്നു. അതിന് മുൻപ് തന്നെ ചേർത്തലയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് ഷൈന്റെ പേര് ഉയർന്നതാണ്. ഏറ്റവും മുൻപ് 2014 കൊക്കൈൻ കേസുമായി ബന്ധപ്പെട്ട് ഷൈന്റെ പേര് പരിശോധന നടന്നോ? അല്ല വിഷ്ണു, ഈ മുറിയിൽ പിന്നീട് പരിശോധന നടന്നോ? ആ മുറിയിൽ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നു? ഇപ്പൊ നിയമത്തിന്റെ വഴിയിലേക്ക് വരുമ്പോൾ ഷൈൻ ടോം ചാക്കോ ഈ വിഷയത്തിൽ ലഹരി ഉപയോഗിച്ചു എന്ന് തെളിയിക്കാൻ ആവശ്യമായ എന്തെങ്കിലും ഇല്ലല്ലോ. ഈ പറഞ്ഞ CCTV ഇറങ്ങി ഓടുന്നത് മാത്രമേ ഉള്ളല്ലോ. ഇറങ്ങി ഓടൽ നിയമവിരുദ്ധമാണോ എന്നറിയില്ല. എന്തായാലും നിയമത്തിന്റെ കണ്ണിൽ കൂടി അതിനെ കാണേണ്ടത് എങ്ങനെയാണ്? ആ മുറിയിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ലഹരി കണ്ടുപിടിക്കാൻ കഴിഞ്ഞോ? ഒന്നുമില്ലെങ്കിൽ ഇറങ്ങി ഓടേണ്ട കാര്യമില്ല. എന്തിനാണ് പേടിക്കുന്നത്? എന്താണ് പേടി? അതാണ് ചോദ്യം. നോക്കാം അല്ലെ. ആ വിഷ്ണു സുരേഷ്, അതിലെന്താണ്? അപ്പൊ ഒന്നും മറയ്ക്കാനില്ല എങ്കിൽ ഇറങ്ങി ഓടേണ്ട കാര്യമില്ല. സ്വാഭാവികമായിട്ടും ആ പരിശോധനയിൽ വരുമ്പോൾ അതിന് കൃത്യമായി മറുപടി കൊടുത്താൽ മതി. പക്ഷേ ഇറങ്ങി ഓടേണ്ട ഒരു സാഹചര്യം എന്തോ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് ഈ മുറിയിലെ പരിശോധന അതുമായി ബന്ധപ്പെട്ട്? ഹാഷ്മി, ആ മുറിയിൽ ലഹരി ഉപയോഗം നടന്നിട്ടുണ്ട് എന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതുമായി ബന്ധപ്പെട്ടുള്ള ചില വിവരങ്ങൾ സിപ്പ് കവർ അടക്കം പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെ ഷൈനൊപ്പം മറ്റു ചില ആളുകൾ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ സംശയിക്കുന്നു. പക്ഷെ അവർ മുറിക്കകത്ത് ഉണ്ടായിരുന്നില്ല. മുറിക്കകത്ത് ഷൈൻ മാത്രം ഉണ്ടായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. ഇയാൾ പോലീസുകാർ ആ ഡോർ തുറന്ന് അകത്തേക്ക് ചെല്ലുന്ന ഘട്ടത്തിൽ ഈ ജനല് വഴി പുറത്തേക്ക് ഇറങ്ങി. അതായത് ആ സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കണം. അതായത് ഒരു 314 നമ്പർ മുറി, അതായത് മുകളിൽ നിലയിൽ നിന്നാണ് പുറത്തേക്ക് ഇറങ്ങിപ്പോയതെന്നാണ് പോലീസ് പറയുന്നത്. വലിയ അപകടമടക്കം ഉണ്ടാകേണ്ട സാഹചര്യമാണ്. പക്ഷേ അത്തരത്തിൽ അപകടകരമായ കാര്യത്തിലേക്ക് ഷൈൻ ടോം ചാക്കോ പോകണമെങ്കിൽ ആ റൂമിൽ എന്താണ് ഉണ്ടായിരുന്നതെന്ന് നമുക്ക് വളരെ സ്വാഭാവികമായി ആലോചിച്ചാൽ മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ. അവിടെ കൃത്യമായി ഇയാൾ ഈ ലഹരി ഉപയോഗിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊക്കെ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഈ പരിശോധനയുടെ ഭാഗമായി ഉറപ്പായും ഷൈൻ നിയമ നടപടി നേരിടേണ്ടി വരും. അതിലൊരു തർക്കവുമില്ല. ഷൈൻ ഒരു പക്ഷേ ഇനി അടുത്ത നടപടി മുൻകൂർ ജാമ്യാപേക്ഷയൊക്കെ ആയിട്ട് പോകേണ്ടി വരും. കാരണം കേസ് അടക്കമുള്ള നടപടിയിലേക്ക് ഒരു പക്ഷേ പോലീസ് പോകും. അല്ലെങ്കിൽ ഷൈനെ വിളിച്ചു ഈ മുറിയിലുള്ളത് നടൻ ഷൈൻ ടോം ചാക്കോ ആണ് എന്ന വിവരത്തിൽ തന്നെ പോകുന്നതാണോ എന്ന് പറഞ്ഞാൽ നിയമത്തിന്റെ കണ്ണിൽ കൂടി പോകുമ്പോഴേക്കും ഷൈൻ ടോം ചാക്കോക്ക് എന്തെങ്കിലുമൊക്കെ പറയാമല്ലോ. വെറുതെ ഇറങ്ങി ഓടി എന്നോടൊക്കെ പറയാമല്ലോ. അപ്പോൾ ഇത് ഷൈൻ ടോം ചാക്കോ ലഹരി ഉപയോഗിച്ചിരുന്നു, അവിടെ ലഹരി സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കാൻ ആവശ്യമായ എന്തെങ്കിലും പ്രൂഫ് സംഘത്തിന്റെ കയ്യിലുണ്ടോ വിഷ്ണു?
ഹാഷ്മി, കൊച്ചിയിലെ ഒരു പ്രധാനപ്പെട്ട ഹോട്ടലാണിത്. ഈ ഹോട്ടലിനകത്തേക്ക് ഒരു വിവരവുമില്ലാതെ ഡാൻസ് ഓഫ് സംഘം ഒരു ദിവസം വൈകിട്ട് അങ്ങോട്ട് കയറി ചെല്ലില്ല. അതും 10:58 ആണ് സമയം. ആ സമയത്ത് പെട്ടെന്ന് അങ്ങോട്ട് കയറി ചെല്ലാൻ ഡാൻസ് ഓഫ് സംഘത്തിനാവില്ല. അവർ കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ ലഹരി ഉപയോഗം ഇവിടെ നടക്കുന്നുണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഡാൻസ് ഓഫ് സംഘം ഇങ്ങോട്ടേക്ക് എത്തി വിശദമായ പരിശോധന അടക്കം നടത്തിയത്. ആ പരിശോധനയിൽ നിന്നാണ് ആ പരിശോധനയ്ക്കിടെയാണ് ഇയാൾ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടത്. ആ രക്ഷപ്പെടുന്ന ഘട്ടത്തിൽ ആണ് CCTV-യിൽ പതിയുന്നതായിരുന്നു. അതായത് 314 റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങി അത് മറ്റേ പോസ്റ്റ് വഴി താഴേക്കിറങ്ങി അവിടെ നിന്ന് റിസപ്ഷന്റെ മുമ്പിലൂടെ ഓടിപ്പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടിട്ടുള്ളത്. പോലീസിന്റെ പക്കൽ കൃത്യമായ തെളിവുണ്ട്. കൃത്യമായ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തുമെന്ന് പോലീസ് പറയുകയും ചെയ്യുന്നു. നാർക്കോട്ടിക് സെല്ലിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. ഇന്നലെ കൊച്ചിയിലെ ഡാൻസ് ഓഫ് യൂണിറ്റ് 4 ഈ പരിശോധനയും അന്വേഷണവും ഒക്കെ നടത്തിയത്. വളരെ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ, വളരെ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇന്നലെ രാത്രിയോടുകൂടി കൊച്ചിയിൽ നടന്നത്. നമ്മളിപ്പോൾ ആ ഹോട്ടലിന് പരിസരത്ത് ഉണ്ട്. ആ ഹോട്ടലുമായി ബന്ധപ്പെട്ട് അവർക്കും ഈ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. ഇന്നും ഒരു പക്ഷേ ഈ ഹോട്ടലിൽ പോലീസിന്റെ പരിശോധനയ്ക്ക് സാധ്യതയുണ്ട്. പോലീസ് വളരെ കൃത്യമായി തന്നെ ഈ കേസ് മോണിറ്റർ ചെയ്യുന്നു. ഈ റൂമിലടക്കം വിശദമായ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. സുരേഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.